classes will be commencing from the second of April. 4th will be your second series test. So you please take it seriously, and I have already informed you about the second series test, the portions in module 3 and module 4. അതായത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ സെക്കൻഡിന്റെ ക്ലാസ് തുടങ്ങുന്നെങ്കിൽ പിന്നെ അതിന് മുമ്പ് പിന്നെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും സീരീസ് ടെസ്റ്റിന്റെ പോർഷൻസിനെ കുറിച്ച് പറയുക. Module 3 and module 4. So you please go through the tool nomenclature, tool angle, merchant circle. പിന്നെ ക്ലാസ്സിൽ ഞങ്ങൾ തന്നിട്ടുള്ള എല്ലാ പ്രോബ്ലംസും മോഡ്യൂൾ 3 അതാണ്. പിന്നെ ചിപ്പ് ഫോർമേഷൻ, ഏതൊക്കെ ടൈപ്പ് ചിപ്സ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ആദ്യമേ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ എടുക്കുക, തേർഡ് മോഡ്യൂൾ എടുക്കുക. തേർഡ് മോഡ്യൂളിനകത്തുള്ള കാര്യങ്ങളെല്ലാം തേർഡ് മോഡ്യൂളിനകത്താണ് നമ്മൾ 3-4 ട്യൂട്ടോറിയൽ ഷീറ്റ് തന്നിട്ടുണ്ട്. എസ്പെഷ്യലി I have given you the last tutorial sheet with the solution. അന്നേരം അത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അന്നേരം അതിന്റെ പ്രോബ്ലം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. This is applicable for both the examination, that is for the second series as well as our end semester examination. അന്നേരം നമ്മൾ എൻ്റെ end semester examination പ്ലാൻ ചെയ്തിട്ട് അതെല്ലാം തന്നേക്കുന്നത്. അന്നേരം അതുകൊണ്ട് ഞാനത് പിന്നെ സെക്കൻഡ് സീരീസ് ടെസ്റ്റിന്റെ നമ്മൾ നേരിട്ട് കാണുമ്പം ചിലപ്പോൾ ക്ലാസ് മൺഡേയില് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് സെക്കൻഡ് വിൽ ബി യുവർ ഓപ്പണിംഗ് ഡേ. സെക്കൻഡ് ഇസ് ട്യൂസ്ഡേ. അന്നേരം പിന്നെ അതുകൊണ്ട് സെക്കൻഡ് ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പണിംഗ് ഡേ ആണ്. അന്നേരം ഓപ്പണിംഗ് ഡേ ആയപ്പോൾ എനിക്കതിനകത്ത് ക്ലാസ് ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പോർഷൻസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ വിൽ ഗിവ് യു ദ ഐഡിയാസ്. സെക്കൻഡ് വെനസ്ഡേ ആണ്. സെക്കൻഡ് വെനസ്ഡേ ആണോടാ? എനിക്ക് വെനസ്ഡേ ആണോടാ സെക്കൻഡ്? ഏപ്രിൽ എന്ന് പറഞ്ഞത് ഏപ്രിൽ 2 is Wednesday. റൈറ്റ് കറക്റ്റ്. എന്താണെന്നറിയോ, പിന്നെ മൺഡേ മോസ്റ്റ് ലൈക്ലി പെരുന്നാളായിരിക്കും. കറക്റ്റ്, സെക്കൻഡ് വെനസ്ഡേ. സോ അതൊരു വെനസ്ഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഐ തിങ്ക് 4th will be the second series, commencing from the 4th onwards. സോ അന്നേരം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ നിൽക്കാൻ സമയം കിട്ടത്തില്ല. അന്നേരം ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ പറയാം. ഞാൻ എൻ്റെ പോർഷൻസ് പിന്നെ സെക്കൻഡ് സീരീസിന്റെ പോർഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് റിമൈൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ അറിയാതെ എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളൊന്ന് റിമൈൻ ചെയ്യാണ്. സെക്കൻഡ് സീരീസ് ടെസ്റ്റ് നമ്മൾ തുടങ്ങിയത് തൊട്ടുള്ള എവിടെ തൊട്ടാ തുടങ്ങിയതെന്നൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇനി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സിലബസ് എടുത്ത് നോക്കണം. ഞാനന്നേരം അതിന്റെ പോർഷൻസ് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനകത്ത് നമ്മൾ പിന്നെ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്, സ്റ്റാർട്ടിങ് ഫ്രം മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്, ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്, അതിനകത്ത് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ചിപ്പ് ഉണ്ട്, കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. ടേണിങ്, കട്ടിങ് കണ്ടീഷൻസ് ഇൻ ടേണിങ്, കട്ടിങ് ടൈം, മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ഇതെല്ലാം MRRന്റെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? റിഗാർഡിംഗ് ദി കമൻസ്മെന്റ് ഓഫ് ദ ക്ലാസ്സസ്, വാട്ട് ഐ ഹേർഡ് ജസ്റ്റ് നൗ ഇസ്, എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, സെക്കൻഡിന് ക്ലാസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പിന്നെ ടിക്കറ്റ് ആരും ബുക്ക് ചെയ്യണ്ട. സോ അണ്ടിൽ യുവർ senior advisor finalized the date.
നിങ്ങളുടെ സീനിയർ വൈസ് നിങ്ങളുടെ അടുത്ത് ഡേറ്റിനെ കുറിച്ച് ഫൈനലൈസേഷൻ തന്നതിന് ശേഷം നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. ദർ ഇസ് എ സ്ലൈറ്റ് കൺഫ്യൂഷൻ ഓവർ ഹിയർ. സോ നമ്മൾ ഇവിടെ നാട്ടിൽ എന്തോ ജോണ്ടിസ് വളരെ പടർന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കരിക്കോട് ഏരിയയിൽ. അതിനകത്ത് എന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അതെന്തായിരുന്നാലും പിന്നെ നിങ്ങൾ പ്ലീസ് വെയിറ്റ് അണ്ടിൽ യുവർ സീരീസ്, അണ്ടിൽ യുവർ സീനിയർ അഡ്വൈസർ വിൽ ടെൽ യു വിച്ച് ഡേറ്റ് ദ ക്ലാസ്സസ് ഗോയിങ് ടു കമൻസ്. എന്നാലും ഞാൻ ഈ പറഞ്ഞതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് അതിന് ശേഷം മതി. ഓക്കെ. അന്നേരം ഞാൻ എന്തായാലും പോർഷൻസ് ഞാൻ പറയാം. എന്നിട്ട് നമ്മുടെ MRR റേറ്റ്, കട്ടിംഗ് ടൈം, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ഡിഫറെന്റ് ടൈപ്പ് ചിപ്സ് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ASA സിസ്റ്റം എന്താണ്, അതിന്റെ റെപ്രസെന്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൂൾ വെയറും ടൂൾ ലൈഫും ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ തേർഡ് മോഡ്യൂളിലുള്ളത്. അതിനകത്ത് പിന്നെ മെയിനായിട്ട് മെറ്റീരിയൽ റിമൂവൽ റേറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. പിന്നെ ചിപ്പ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിപ്സ് എന്നുള്ള സാധനമുണ്ട്. പിന്നെ ടൂൾ ലൈഫ് എങ്ങനെയാണ്, വാട്ട് ഈസ് ടൂൾ ലൈഫ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ടൂൾ ലൈഫ്, ടൈലേഴ്സ് ഇക്വേഷൻ, ദ പ്രോബ്ലംസ് ഓൺ ടൈലേഴ്സ് ഇക്വേഷൻ. ടൈലേഴ്സ് ഇക്വേഷന്റെ പ്രോബ്ലം എല്ലാം ഞാൻ ലാസ്റ്റ് നിങ്ങൾ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നു? ഏറ്റവും ലാസ്റ്റിൽ ഞാൻ പിന്നെ നമ്മളെ ട്യൂട്ടോറിയൽ ഷീറ്റ് 4 എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും ഏറ്റവും ലാസ്റ്റിലിട്ട പിന്നെ ട്യൂട്ടോറിയൽ ഷീറ്റും അതിന്റെ ആ ട്യൂട്ടോറിയൽ ഷീറ്റിൽ പിന്നെ തിയറി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ എഴുതിയിട്ടില്ല. അതേസമയം പിന്നെ പ്രോബ്ലത്തിന്റെ എല്ലാ ആൻസറും അതിനകത്തുണ്ട്. അന്നേരം അത് യു പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. എല്ലാവരും അങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ഷീറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. അന്നേരം ഇനി ആരെങ്കിലും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു പ്ലീസ് മേക്ക് ദ പീപ്പിൾ അവെയർ. മനസ്സിലായേ? എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് പിന്നെ വരുമ്പം ചിലപ്പം പിന്നെ സീരീസ് ടെസ്റ്റ് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസമായിരിക്കും, അല്ലെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഡിസ്കഷനൊന്നും ഒരു ടൈം ഉണ്ടാവില്ല. നമ്മുടെ ലക്ഷ്യം സെക്കൻഡ് സീരീസ് ടെസ്റ്റ് മാത്രമല്ല, എൻഡ് സെമസ്റ്ററിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ എൻഡ് സെമസ്റ്റർ ആണ് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എൻഡ് സെമസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയി തന്നേക്കുന്നതല്ല. അന്നേരം നിങ്ങൾ ആ ട്യൂട്ടോറിയൽ ഷീറ്റ് എല്ലാം നിങ്ങൾ അതെല്ലാം നോക്കണം, പ്രോബ്ലം എല്ലാം നോക്കണം. ഞാൻ ഈ പറഞ്ഞ മർച്ചന്റ് സർക്കിള്, പിന്നെ 2 മിനിറ്റ് നോമൻക്ലേച്ചർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിള്, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതെല്ലാം എക്സാമിന് ചോദിക്കും. ഇനി 4th മോഡ്യൂള് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് പിന്നെ നോക്ക് ആർക്ക് വെൽഡിങ് മാത്രം പഠിച്ചാൽ മതി. ആർക്ക് വെൽഡിങ് മാത്രം പഠിച്ചാൽ തന്നെ, അതിനകത്ത് ആർക്ക് വെൽഡിങ്ങേ ഉള്ളു ഈ 4th മോഡ്യൂളിൽ. 4th മോഡ്യൂളിൽ ആർക്ക് വെൽഡിങ് മാത്രമേ ഉള്ളൂ. ആർക്ക് വെൽഡിങ് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് യു ഡിഡ് ദ എക്സ്പെരിമെന്റ്. പിന്നെ നമുക്ക് അതിനകത്ത് കൺസ്യൂമബിൾ ഇലക്ട്രോഡും നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡും, അന്നേരം ടിഗും മിഗും ഇതിനൊക്കെ ഒറ്റ പടയേ ഉള്ളു. മനസ്സിലായ? ടിഗും മിഗിനും എല്ലാം ചേർത്ത് ഒരൊറ്റ പടം കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അന്നേരം അതെന്താണ് പ്രോസസ്സ്, പിന്നെ GMAWയും GTAW എന്ന് പറഞ്ഞാൽ ടിഗ്, പിന്നെ കൺസ്യൂമബിൾ ഇലക്ട്രോൺ, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോൺ. അന്നേരം അത് പിന്നെ മിഗും ടിഗും ആർക്ക് വെൽഡിങ്ങും 4th മോഡ്യൂൾ ഓവർ. പിന്നെ അതിനകത്തുള്ളത് എന്തോ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ്. ബ്രേസിംഗ് സോൾഡറിങ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അന്നേരം ബ്രേസിംഗ് എന്താണ്, സോൾഡറിങ് എന്താണ്, പിന്നെ മോസ്റ്റ്ലി ദേ വിൽ ആസ്ക് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് എന്നായിരിക്കും. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സീരീസിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് 3rd മോഡ്യൂളിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ആൾസോ. മനസ്സിലായോ? നമുക്ക് പിന്നെ ഈ സബ്ജക്റ്റിനെ കുറിച്ചേ നമ്മൾ ബോധർ ചെയ്യേണ്ട, നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ഇതിനെ പ്രിപ്പയർ ചെയ്യണം. പ്ലീസ് ഡു ഇറ്റ്. അന്നേരം ക്ലാസ് തുടങ്ങുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5th മോഡ്യൂളാണ്. 5th മോഡ്യൂളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അഡിറ്റീവ് മാനുഫാക്ചറിങ് ആണ് നമ്മൾ ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്.
ഈ ക്ലാസ്സിൽ നമുക്ക് പൗഡർ മെറ്റലർജി എന്താണെന്ന് നോക്കാം. പൗഡർ മെറ്റലർജി ഇതിന്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈവൻ വീഡിയോ ക്ലാസ് വരെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. സോ പൗഡർ മെറ്റലർജി, ഈ പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം എന്ന് വെച്ചാൽ, നമ്മള് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു പൗഡർ ഉണ്ട്, ദെൻ സം മെറ്റലർജിക്കൽ ആസ്പെക്ട്സ്. അന്നേരം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിനെ ഓർത്താൽ, ഒരു മെറ്റൽ എടുക്കും, അതിനെ പൊടിച്ച് പൗഡറാക്കും. ആ പൗഡർ കൊണ്ട് വി ആർ മേക്കിംഗ് ഡിഫറെന്റ് കമ്പോണൻസ്. അന്നേരം നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പൗഡർ, വൈ വി ആർ യൂസിങ് പൗഡേഴ്സ് ടു മേക്കിംഗ് ദി കമ്പോണൻസ്. തീർച്ചയായിട്ടും there are some advantages. ഇപ്പൊ ഞാനിപ്പം ഒരു പൗഡർ മെറ്റലർജി പൊതുവെ എന്താന്ന് നമുക്കൊന്ന് ഓർത്തിരുന്നാൽ നമുക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതിന് വേണ്ടി പറയാം. അന്നേരം പിന്നെ ഒരു മെറ്റൽ എടുക്കും, അതിനെ പൊടിച്ച് പൗഡറാക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ് ടു മേക്ക് ദ പൗഡർ. പിന്നെ പൗഡറിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് ഡിഫറെന്റ് കമ്പോണൻസ് ആക്കി മാറ്റും. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ നമ്മൾ പൗഡർ എടുത്ത് കമ്പോണൻസ് ഉണ്ടാക്കുമ്പോൾ there is some advantages are there. ഇപ്പം ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞാൽ സെൽഫ് ലൂബ്രിക്കേറ്റഡ് ബെയറിങ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെൽഫ് ലൂബ്രിക്കേറ്റഡ് ബെയറിങ്സ്. ഇപ്പൊ നമ്മള് സെൽഫ് ലൂബ്രിക്കേറ്റഡ് ബെയറിങ്സ് എന്തോന്ന് പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, അത് എക്സാക്ട്ലി ആ സാധനം അതാണക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഇത് ഏകദേശം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന സാധനം. നമ്മൾ ഇപ്പോഴത്തെ കാറുകളിലൊക്കെ നമ്മൾ ഹിഞ്ചസ് ഡോറ് പിടിപ്പിച്ചിരിക്കുന്നത്, ഹിഞ്ചല്ല, ഡോറ് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സാധനമാണ്. ഇത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മേ ബി 10 or 15 years ബാക്ക്, പിന്നെ നിങ്ങൾ പഴയ ആംബാസഡർ കാറും പഴയ ഫിയറ്റും ഒക്കെ ഉണ്ട് പിന്നെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഡോറിന്റെ അവിടെ ഡോറ് വന്ന് അടയുന്ന സ്ഥലത്തും ഒക്കെ എപ്പോഴും ഗ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഗ്രീസ് നമ്മുടെ പിന്നെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മുടെ പിന്നെ ഉടുപ്പിലും എല്ലായിടും പറ്റി. അങ്ങനെ ഒരു കാലമായിരുന്നു നമുക്കുണ്ടായിരുന്നു, മനസ്സിലായി. അന്നേരം അത് നമ്മൾ ഗ്രീസ് ചെയ്യുന്നത് എന്തിനാ, നമ്മൾ അത് തുറക്കാനും അടയ്ക്കാനും ഉള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട്, അതിന്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അന്നേരം ആൾക്കാര് ആ പ്രോഡക്റ്റ് മാറ്റി, ആ സാധനം മാറ്റി അവിടെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. അന്നേരം പിന്നെ നമ്മൾ ഗ്രീസ് ചെയ്യണ്ട, അത് സെൽഫായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതാണ് പൗഡർ മെറ്റലർജിയുടെ ഒരു ആപ്ലിക്കേഷൻ. The places where we have to use the products the products are used where use some self-lubricating properties over there. അങ്ങനെ സെൽഫ് ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും എന്തില്, പൗഡർ മെറ്റലർജി പറ്റും. അതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. അതിൽ ഞാനത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇതിനെ ഒരു മെറ്റലിനെ എടുക്കും, പൊടിച്ച് പൗഡറാക്കും, പിന്നെ അതിനെ പിന്നെ കോമ്പാക്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം ആ ഷേപ്പിലോട്ട് മാറ്റും. ദാറ്റ് പ്രോസസ് ഈസ് പൗഡർ മെറ്റലർജി. നമുക്ക് എന്തോ നോക്കാം. ഇൻട്രൊഡക്ഷൻ. So we all know manufacturing process can be broadly divided into two groups: primary manufacturing process and secondary manufacturing process. The primary manufacturing process provides the basic shape and size of the material. നമുക്കറിയാം casting, forming, powder പിന്നെ as per designer's requirement. Casting, forming, powder metallurgy എല്ലാം ഈ പ്രൈമറി മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നത്. സെക്കൻഡറി മാനുഫാക്ചറിങ് പ്രോസസ് നമുക്കറിയാം, ഇതെല്ലാം മാനുഫാക്ചറിങ് പ്രോസസ് തുടങ്ങിയപ്പോഴുള്ള സാധനം. സെക്കൻഡറി മാനുഫാക്ചറിങ് പ്രോസസ് provide the final shape and size with the tighter control on dimension. Surface characteristics, material removal was mainly in the secondary manufacturing process. അതായത് നമ്മൾ കൂടുതൽ സർഫസ് ഫിനിഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്താണ് സെക്കൻഡറി മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് once again can be divided into conventional manufacturing process, non conventional. ഇതെല്ലാം നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിലായിട്ട് പറയുന്നതെല്ലാം നമ്മൾ പഠിച്ചതാ.
കൺവെൻഷണൽ ടേണിംഗ് ബോറി മില്ലിംഗ് ഷേപ്പിംഗ് കൺവെൻഷണൽ. നോൺ കൺവെൻഷണൽ നമുക്കറിയാം അബ്രേസീവ് ജെറ്റ് മെഷീനിങ്, അൾട്രാസോണിക് മെഷീനിങ്, ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്, EDM, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നോൺ കൺവെൻഷണലും മറ്റത് കൺവെൻഷണൽ. അന്നേരം കൺവെൻഷണൽ ട്രഡീഷണൽ മാനുഫാക്ചറിങ്, നോൺ കൺവെൻഷണൽ നോൺ ട്രഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്. അന്നേരം അതിന്റെ കുറെ ഡിഫറൻസുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അന്നേരം അതിപ്പോഴത്തെ ഇത് ഈ പ്രോസസ്സിന്റെ ഡിഫറൻസുകൾ, ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദിസ് ഈസ് യൂസ്ഫുൾ ഈവൻ ഫോർ ദി സെക്കൻഡ് മോഡ്യൂൾ ആൾസോ. ഫസ്റ്റ് മോഡ്യൂൾ കാസ്റ്റിംഗ്, സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഇത് പിന്നെ സെക്കൻഡ് മോഡ്യൂളിലാണോ ഫസ്റ്റ് മോഡ്യൂളിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവിടെ നമുക്ക് കൺവെൻഷണലും നോൺ കൺവെൻഷണലും നമ്മൾ പഠിക്കുന്നിടത്ത് അവിടെയും നമുക്ക് ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ജനറലി മൈക്രോസ്കോപ്പിക് ചിപ്പ് ഫോർമേഷൻ ബൈ ഷിയർ ഡിഫോർമേഷൻ. ഇവിടെ മെറ്റീരിയൽ റിമൂവൽ മേ occur with chip formation or even the chip formation may take, for example, in AJ chips are microscopic size. ഇതെല്ലാം അതിന്റെ ഡിഫറൻസുകളാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം ഇത് ഇവിടെ ഈ മോഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യനേക്കാളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പഠിച്ചിട്ടുള്ള മോഡ്യൂളിൽ. അന്നേരം അതും അവിടെയും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം നിങ്ങൾക്ക് അയച്ചു തന്നത്. ഓക്കെ, അന്നേരം അത് പിന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടാണ് മതി. കൺവെൻഷണൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഒരു സാധനം നോക്കി, ഒരു ഇതിനിടയിൽ വന്നൊരു പോയിന്റ് ആണ് ഞാൻ പറയാം. ലോവർ ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ് കൺവെൻഷനിൽ. അതേസമയം നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ വേറൊരു കൈകടത്തലും അവിടെ ഇല്ല. ഹയർ ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ്, ഹൈ ആക്യുറസി ആൻഡ് ഹൈ സർഫസ് ഫിനിഷ്. ഇവിടുത്തെ ഈ ലോവർ ആക്യുറസിയും സർഫസ് ഫിനിഷും ഒക്കെ ആകുമ്പോൾ എന്തോ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കലി സ്യൂട്ടബിൾ ഫോർ എവറി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അതേസമയം ഇത് എക്കണോമിക്കൽ ആവത്തില്ല. ഇനി നമ്മൾ വേറെ ഇവിടെ ടൂൾ ലൈഫ് കുറവായിരിക്കും, ഇവിടെ ടൂൾ ലൈഫ് ഇസ് മോർ. ഓക്കെ, ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്താണ് ഡെഫിനിഷൻ ഓഫ് പൗഡർ മെറ്റലർജി? അതായത് ഇത് പൗഡർ മെറ്റലർജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ പറഞ്ഞ കൺവെൻഷനലും നോൺ കൺവെൻഷനലും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് എ പ്രൈമറി പ്രോസസ്. അതിന് എന്താണ് പൗഡർ മെറ്റലർജി? പൗഡർ മെറ്റലർജി മേ ബി ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രൊഡ്യൂസിംഗ് മെറ്റൽ പൗഡേഴ്സ് ആൻഡ് യൂട്ടിലൈസിംഗ് ദം ടു മേക്ക് സർവീസബിൾ ഓബ്ജക്ട്സ്. ഞാൻ പറഞ്ഞ ആ സാധനം തന്നെ. മെറ്റൽ എടുക്കുക, പൊടിക്കുക, പൗഡർ ആക്കുക, പൗഡറിനെ കൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. It may also define material processing technique used to consolidate particulate matter, that is powders, both metal and non-metals. Okay, അങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. ഇനി metal processing technology in which parts are produced from metallic powders, usual metallic powder metallurgy production sequence. എന്തൊക്കെയാണ് അതിന്റെ സീക്വൻസ്? അന്നേരം നോക്കേ, pressing, sintering. ഇതാണ് പ്രോസസ് ഓഫ് പൗഡർ പ്രൊഡക്ഷൻ, characterization of powder, mixing and blending, compacting, sintering, finishing operation, finished powder metallurgy parts. ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. മെറ്റൽ എടുക്കുക, പൊടിച്ച് പൗഡർ ആക്കുക. പൗഡറിന്റെ ക്യാരക്ടറൈസേഷനും അതിന്റെ ടെസ്റ്റിങ്. കാര്യം എന്ന് പറഞ്ഞാൽ പൗഡറിന്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പറയുക പൗഡറിന്റെ സൈസ് ആൻഡ് ഷേപ്പ്. ഇത്ര സൈസുള്ള സാധനം വേണം, ഇത്ര ഷേപ്പുള്ള സാധനം വേണം. സൈസ് ആൻഡ് ഷേപ്പിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ സാധനങ്ങളൊക്കെ മാറും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മിക്സ് ചെയ്യും. ചിലപ്പം ഒരു മെറ്റൽ പൗഡറും ഒരു നോൺ മെറ്റൽ പൗഡറും എടുത്തായിരിക്കും മിക്സ് ചെയ്യുന്നത്. മിക്സിങ്. ആ മിക്സിങ്ങിന് എന്താ പറയുന്നത്? ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ്. അടുത്തത് പ്രോസസ്സിങ്. മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ സാധനം ഉണ്ടാക്കുക. ആദ്യം ഇതിനെ കോമ്പാക്ട് ചെയ്യും. അതിനെ ഇപ്പോൾ നമ്മളൊരു കപ്പിന്റെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കപ്പ് ഷേപ്പിലോട്ട് കൊണ്ടുവരിക. അതിനെ കോമ്പാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രഷറൈസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് ചെയ്ത ഷേപ്പിലാക്കും. അന്നേരം ഏത് ഷേപ്പായി കോമ്പാക്ടിങ് ആവുമ്പോൾ
അടുത്ത പ്രോസസ്സ് സിൻഡറിങ്. സിൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും ചൂടാക്കി നമ്മൾ അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടുന്ന ചില പ്രോപ്പർട്ടീസ് കൂടെ ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് സിൻഡറിങ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞ് അതിനെ ഫിനിഷ് ചെയ്യും. ഫിനിഷിങ് ഓപ്പറേഷൻ, ദെൻ ഫിനിഷ്ഡ് പൗഡർ മെറ്റലർജി പ്രോസസ്. ഇത്രയാണ് പൗഡർ മെറ്റലർജിയിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് പൗഡർ മെറ്റലർജി, പ്രോസസ് ഓഫ് പൗഡർ മെറ്റലർജി. അന്നേരം പ്രോസസ് ഓഫ് പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇത്രയും സാധനങ്ങൾ എഴുതിയാൽ തന്നെ പാതി മാർക്കൊക്കെ തരും ആൾക്കാർ. മനസ്സിലായി? അന്നേരം പ്രൊഡക്ഷൻ ഓഫ് പൗഡേഴ്സ്, അന്നേരം പൗഡർ പ്രൊഡ്യൂസ് ചെയ്യാൻ there are different methods. Naturally, there are different methods for producing the powders. Then there are different types of tests are available for the characterization of powders. പിന്നെ ആ പൗഡർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മിക്സ് ചെയ്യും. അവിടെ ചിലപ്പോൾ ചില അഡിറ്റീവ്സ് ഒക്കെ ഉപയോഗിക്കും. കാര്യം പറഞ്ഞാൽ ഈ പൗഡറിന് ഈ മെറ്റൽ മാത്രം എടുത്ത് വെച്ച് കോമ്പാക്ട് ചെയ്താലും നമ്മുടെ ഷേപ്പിലൊന്നും ഇരിക്കത്തില്ല. അതിനെ പിന്നെ നമ്മൾ അവിടെ ക്യാരക്ടറൈസേഷൻ സമയത്ത് നമ്മൾ ഏതൊക്കെ ടൈപ്പ് പൗഡർ നമുക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നിടത്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റൽ പൗഡർ മാത്രം മതിയോ? ദാറ്റ് വിൽ ബി ഡിസൈഡ്. Then going to the processing process. പ്രോസസ്സിംഗ് അത് നമ്മൾ കോമ്പാക്ടിങ് എന്ന് പറയുന്നത്. പിന്നെന്ത് ചെയ്യും? അതിന് വീണ്ടും നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി ആഡഡ് specific we will add specific property to a particular component by different techniques. അതിനെ നമ്മൾ എന്താ പറയാ? സിൻഡറിങ് എന്ന് പറയുന്നത്. സിൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയി. ആ ഫൈനൽ പ്രൊഡക്റ്റിനെ പിന്നെ നമ്മൾ ഒന്നും കൂടെ അവനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കും. ഫിനിഷിംഗ് ഓപ്പറേഷൻ, ദെൻ ഫിനിഷ്ഡ് പൗഡർ മെറ്റലർജി പാർട്സ്. ഇനി യൂഷ്വൽ അതായി പൗഡർ മെറ്റലർജി സീക്വൻസ്. പ്രസ്സിംഗ്. Powders are compressed into desired shape to produce green compact. And green compact എന്ന് പറയുന്നത് accomplished in press using punch and die. Sintering. Green compacts are heated to bond the particles into hard rigid mass. Temperatures are below melting point. എന്തുകൊണ്ട് പൗഡർ മെറ്റലർജി? Powder metallurgy can be mass produced to net shape or near net shape, eliminating or reducing the need for subsequent machining. It can be used for mass production. മാസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കാം. നമുക്ക് ഫൈനൽ ഷേപ്പ് തന്നെ കിട്ടും. ആൾമോസ്റ്റ് ഫൈനൽ ഷേപ്പ്. പിന്നെ ചെറിയ പിന്നെ പ്രോസസ്സൊക്കെ മതി അതിന്റെ ബാക്കി സാധനം ചെയ്യാൻ. പൗഡർ മെറ്റലർജി പ്രോസസ് വേസ്റ്റ് വെരി ലിറ്റിൽ മെറ്റീരിയൽ. വളരെ കുറച്ച് വേസ്റ്റേജ് ഉണ്ടാവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ പൗഡറിനെ എടുത്ത് പിന്നെ വീണ്ടും അതേ ഷേപ്പാക്കി മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. അന്നേരം വേസ്റ്റേജ് കുറവായിരിക്കും. പാർട്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് എ സ്പെസിഫൈഡ് ലെവൽ ഓഫ് പൊറോസിറ്റി ടു പ്രൊഡ്യൂസ് പോറസ് മെറ്റൽ പാർട്സ്. ഉണ്ടാ അങ്ങനെ പോറസ് ആയിട്ടുള്ള ഈ പോറസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പോറസ് ആയിട്ടുള്ള സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പോറസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പോലുള്ള സാധനങ്ങൾ ഇതൊന്നും ചെയ്യാം. ഫിൽറ്റേഴ്സ്, ഓയിൽ ഇംപ്രിഗ്നേറ്റഡ് ബെയറിംഗ്സ് ആൻഡ് ഗിയേഴ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ പൗഡർ മെറ്റലർജി. Certain materials that are difficult to fabricate by other methods. ഇനി വേറെ ഒരു മെത്തേഡിലും പറ്റാത്ത സാധനം എന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡർ മെറ്റലർജി ചെയ്ത് ശരിയാക്കാം. സോ ഷേപ്ഡ് ബൈ പൗഡർ മെറ്റലർജി. ടങ്സ്റ്റൺ ഫിലമെന്റ്സ് ഓർ incandescent lamp bulbs are made by powder metallurgy. ഇതൊക്കെ നമ്മള് പൗഡർ മെറ്റലർജി നമ്മുടെ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂല് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാം. ഞാൻ can you give an example for powder metallurgy component? The tungsten filaments, incandescent lamp bulbs are made by PM. എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മെറ്റൽസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ഫാബ്രിക്കേറ്റ്. അതുകൊണ്ടാണ് certain alloy combinations and cement and kermans made by powder metallurgy cannot be produced in other ways. ചിലതൊക്കെ ഇത് വെച്ചേ പറ്റൂ. Powder metallurgy production methods can be automated for economical production. ഇത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്ത കാലത്ത് പിന്നെ നമ്മൾ ഓട്ടോമേഷനെ കുറിച്ച് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ പൗഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് പറയുക. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പൗഡറിനുള്ളത്?
അത് ഇനിയിപ്പോ ഞാനിനി പറഞ്ഞ പിന്നെ പ്രൊഡക്ഷൻ ഓഫ് പൗഡർ, ബ്ലെൻഡിങ്, സിൻഡറിങ്, ദെൻ ഫൈനൽ ഫിനിഷ്ഡ് കമ്പോണന്റ്. അന്നേരം പൗഡറിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. സർഫസ് ഏരിയ, ഡെൻസിറ്റി, ഫ്ലോ റേറ്റ്, ഗ്രീൻ സ്ട്രെങ്ത്, ഗ്രീൻ സ്പ്രിംഗ്, compressibility and compression ratio. These are the characteristics of fine powder. So ഇവിടെ കാര്യങ്ങളൊക്കെ അതിനെ പറഞ്ഞ particle shape. The particle shape depends on powder production method. One dimensional, two dimensional, three dimensional. So that comes under particle shape. Then a particle size. Particle size പറയുമ്പോൾ dia of spherical particles, dia of non-spherical particles divided into three classes: sieve, subsieve, and submicron. Particle size distribution, surface area, volume, aspect ratio. These advantages and disadvantages. High tooling and equipment costs. Metal powders are expensive. ഇത് പൗഡറിന്റെ കാര്യം പറയുന്നത്. ഹൈ ടൂളിംഗ് ആൻഡ് എക്യുപ്മെന്റ് കോസ്റ്റ്. പൗഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ടൂളിംഗ് ആൻഡ് എക്യുപ്മെന്റ് കോസ്റ്റ്. മെറ്റാലിക് പൗഡേഴ്സ് ആർ എക്സ്പെൻസീവ്. ഇതുണ്ട് പ്രോബ്ലംസ് ഇൻ സ്റ്റോറിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് മെറ്റൽ പൗഡേഴ്സ്, ഡിഗ്രേഡേഷൻ ഓവർ ടൈം, ഫയർ ഹസാർഡ്സ് വിത്ത് സർട്ടൻ മെറ്റൽസ്. ഇതൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നുള്ള പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇത് ഡിഗ്രേഡ് ചെയ്ത് പോവും. പിന്നെ ഫയർ ഹസാർഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Limitations in part geometry because metal powders do not readily flow laterally in the die training and during pressing. Variations in density throughout part may be a problem, especially for complex geometries. ഇതിന്റെ ചില പ്രശ്നങ്ങൾ പറയാൻ, എല്ലായിടത്തും റെഡിലി ഇത് ഫ്ലോ ചെയ്ത് എത്തത്തില്ല. കോംപ്ലക്സ് ജോമെട്രിയിലെ പ്രശ്നങ്ങൾ വരും. These are some disadvantages. A powder can be defined as finely divided particulate solid. So engineering powders include metals and ceramics, geometric features of engineering powders, particle size and distribution, particle shape and internal structure, surface area. ഇനി ഇത് എങ്ങനെ പാർട്ടിക്കിൾ സൈസ് നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ള കുറിച്ചൊക്കെ അതിനകത്ത് പറഞ്ഞു. അതായത് ഇത് നമ്മള് സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ മെറ്റാലിക് പൗഡറിന്റെ മാത്രം വെച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ചോദിക്കാൻ സാധ്യത കുറവായിരിക്കും. പൗഡറിലെ മെറ്റലജി, ബേസിക് പ്രോസസ്സിംഗ് സ്റ്റെപ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്നാ നമ്മുടെ പിന്നെ ഇതിനകത്തുള്ളൂ. അന്നേരം പൗഡർ ബേസിക് പ്രോസസ്സിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അന്നേരം ഇതിന്റെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ലായിരിക്കും. എന്നാലും സാധനങ്ങളെല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. അതിന്റെ ഓരോരോ സാധനം പറയാം. പിന്നെ എങ്ങനെ പ്രൊഡക്ഷൻ മെറ്റൽ പൗഡേഴ്സ്. The selection of materials in powder metallurgy is determined by two factors: the alloy required in the finished part, physical characteristics needed in the powder. The alloy required in the finished part, physical characteristics needed in the powder. Both of these factors are influenced by the process used for making powder. അന്നേരം നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നുള്ളത്. അലോയ് required in the finished part, physical characteristics needed in the powder. There are numerous ways of powder production. എങ്ങനെ ഇത് നേരത്തെ പറഞ്ഞത് ആ പൗഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി എങ്ങനെ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് പറയാം. നമ്മുടെ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂല് സാധാരണ രീതിയിൽ പൗഡർ ഉണ്ടാക്കുന്ന മെത്തേഡൊന്നും ചോദിക്കത്തില്ലായിരിക്കും. എനിക്ക് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നു. ഈ പൗഡർ മെറ്റലർജി എന്നൊരു ഇറ്റ്സ് എ വെരി വാസ്റ്റ് സബ്ജക്ട്. മനസ്സിലായി. അന്നേരം പൗഡർ ഉണ്ടാക്കാൻ ചോപ്പിംഗ് ഓർ കട്ടിംഗ്, അബ്രേഷൻ മെത്തേഡ്സ്, മെഷീനിങ് മെത്തേഡ്സ്, മില്ലിംഗ്, കോൾഡ് സ്ട്രീം പ്രോസസ്, കെമിക്കൽ മെത്തേഡ്സ്, റിഡക്ഷൻ ഓഫ് ഓക്സിഡ്സ്,
precipitation from solutions, thermal decomposition, hydride decomposition, thermal reaction, electrochemical methods. ഇതൊക്കെ ഫിസിക്കൽ മെത്തേഡ്സ്. വാട്ടർ അറ്റമൈസേഷൻ, ഗ്യാസ് അറ്റമൈസ്, സ്പെഷ്യൽ അറ്റമൈസേഷൻ മെത്തേഡ്സ്. ഇനി ഇത് നേരത്തെ പറഞ്ഞത് ഏതൊക്കെ ഈ 3 മെത്തേഡ് പറഞ്ഞത് ഇതൊന്നും അറിഞ്ഞിരിക്കുക. മെക്കാനിക്കൽ മെത്തേഡ്സ് ഉണ്ട്. There are numerous ways of mechanical methods, chemical methods, and physical methods. ഇനിയാണ് ഇതിന്റെ പ്രോസസ്. ബ്ലെൻഡിങ്, thorough intermingling of different powders of same composition or various grades of the same powders. And എന്താ പറയാം, ബ്ലെൻഡിങ്. മിക്സിംഗ്, intermingling of powders of more than one material. ബ്ലെൻഡിങ് എന്തോന്ന് പറഞ്ഞ ആദ്യം. thorough intermingling of different powders of same composition. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ intermingling powders of more than one material. തന്നെ കോമ്പോസിഷൻ. ബ്ലെൻഡിങ് എന്ന് പറയുന്നത് സെയിം കോമ്പോസിഷൻ ഉള്ളത് നമ്മൾ ബ്ലെൻഡിങ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. മിക്സിംഗ് എന്ന് പറയുമ്പം അവിടെ ഇന്റർമിംഗ്ലിംഗ് ഓഫ് പൗഡേഴ്സ് ഓഫ് മോർ ദാൻ വൺ മെറ്റീരിയൽ. ഇവിടെ സെയിം കോമ്പോസിഷൻ ആയിരുന്നു, ഇവിടെ മോർ ദാൻ വൺ മെറ്റീരിയൽ ആകാം. ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ്. ഇതിന്റെ ബ്ലെൻഡിങ്ങും മിക്സിംഗും എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാട്ട് ടൈപ്പ് ഓഫ് കമ്പോണന്റ് വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്സ് ദ ഫൈനൽ പ്രോഡക്റ്റ് വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് വെച്ചിട്ടാണ്. ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ്, പ്രിപ്പറേഷൻ ഓഫ് അലോയ്സ് ഫ്രം എലമെന്റൽ പൗഡേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് ഡിസ്പെർഷൻ ഓഫ് സ്ട്രെങ്തൻ അലോയ്സ്, പ്രൊഡക്ഷൻ ഓഫ് പോറസ് ബെയറിംഗ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. വേറെ നമ്മള് ഈ പ്രൊഡക്ഷൻ ഇത് ഓർത്താൽ മതി. ഈ നിങ്ങൾ ഒരു കമ്പോണന്റ്, നമ്മുടെ ബെയറിംഗ് ആണ് ഇതിന് ഏറ്റവും നല്ല ഓർക്കാനായിട്ട് ഏറ്റവും നല്ല സാധനം. ബെയറിങ്ങിനകത്ത് നമ്മൾ എപ്പോഴും ഓയിൽ കൊണ്ടൊഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഈ പോറസ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമ്മൾ ഒരു വൺസ് അത് ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ക്യാൻ ബി റീറ്റൈൻ ഫോർ എ വെരി ലോങ്ങർ പീരീഡ്. മനസ്സിലായ? അതാണ് ഈ പൗഡർ മെറ്റലർജിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പൗഡർ മെറ്റലർജിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് അതാണ്. Conventional powder metallurgy part making sequence consists of blending and mixing of pressing into desired shape. Sintering, heating to temperature below melting point to cause solid state bonding of particles and strengthening of part. In addition, secondary accuracy, increased density and for other reasons. ഇതാണ് ഇതിന്റെ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഈ സ്ലൈഡാ വളരെ ഇമ്പോർട്ടന്റ്. ബ്ലെൻഡിങ് എന്തോ നേരത്തെ പറഞ്ഞു, മിക്സിംഗ് എന്താണെന്നും പറഞ്ഞു. ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ് എന്തോന്ന് അറിയാം. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സെയിം കോമ്പോസിഷൻ, മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കോമ്പോസിഷൻ ഓഫ് പൗഡേഴ്സ്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പൗഡറിനെ പ്രസ് ചെയ്ത് ഡിസൈഡ് ഷേപ്പിലാക്കും. ഈ പൗഡറിനെ പ്രസ് ചെയ്ത് പ്രസ്സിംഗ് ഇൻടു ഡിസൈഡ് ഷേപ്പ്. കോമ്പാക്ഷൻ, പ്രസ്സിംഗ് ഇൻടു ഡിസൈഡ് ഷേപ്പ്. സിൻഡറിങ്, ഹീറ്റിംഗ് ടു ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ്. ഹീറ്റിംഗ് ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പ്രസ് ചെയ്ത കമ്പോണന്റ് ഉണ്ടല്ലോ, ആ കമ്പോണന്റിന്റെ കാര്യം പറയുന്നത്, അതിനെ നമ്മൾ സിൻഡർ ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സാണ്. നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്താ ഈ പോയിന്റ് എല്ലാം വരണം അതിനകത്ത്. ഈ വേർഡ്സ് എല്ലാം അതിനകത്ത് വരണം. ബെൻഡിങ് ആൻഡ് മിക്സിംഗ് എന്ന് വരണം, കോമ്പാക്ഷൻ വരണം, സിൻഡറിങ് വരണം. മനസ്സിലായോ? ഞാൻ നേരത്തെ ആ ചാർട്ട് പോലെ നമ്മുടെ ചാർട്ട് പോലെ നമ്മുടെ അതിനകത്ത് കാണിക്കുന്ന ആ പ്രോസസ് എല്ലാം അതിനകത്ത് വരണം. മേക്കിംഗ് ഓഫ് പൗഡർ, മിക്സിംഗ്, ബ്ലെൻഡിങ്, മിക്സിംഗ്, കോമ്പാക്ടിങ്, സിൻഡറിങ് ആൻഡ് ഫൈനൽ ഫിനിഷ്ഡ് പൗഡർ മെറ്റലർജിക്കൽ പാർട്സ്. ഈ വേർഡെല്ലാം ഇയാളുടെ ആൻസറിനകത്ത് ഉണ്ടാവണം, എങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. വെറുതെ ആൾക്കാർ മാർക്ക് കിട്ടത്തില്ല. ബ്ലെൻഡിങ്, കോമ്പാക്ഷൻ, സിൻഡറിങ് എന്നൊക്കെ ഇയാൾ അതിനകത്ത് എഴുതിയാൽ പിന്നെ ഇയാൾ ബ്ലെൻഡിങ് എന്തോന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചിലപ്പോൾ ആൾക്കാർ നോക്കത്തില്ല. കോമ്പാക്ഷൻ എന്തോന്ന് പറഞ്ഞ് എന്തിനാ കോമ്പാക്ഷൻ എന്തിനാന്ന് അറിയാ എന്ന് ഇയാൾക്ക് അറിയാമെങ്കിൽ പ്രസിംഗ് ഇൻടു ഡിസൈഡ് ഷേപ്പ്, അതാണ് ദാറ്റ് ഈസ് കോമ്പാക്ഷൻ. സിൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഹീറ്റിംഗ് ടു ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ്. എന്തിനാ? ബോണ്ടിങ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് പാർട്ട്.
In addition, secondary operations are sometimes performed to improve dimensional accuracy, increase density, and for other reasons. Okay. So this is the conventional powder metallurgy part making sequence. And blending, compacting, and sintering. Okay. Mix ചെയ്യുന്നു. ഇതാ പൗഡർ, ഇതിന്റെ നടുക്ക് ആ പൗഡർ എടുത്തിട്ടുണ്ട്. താഴേന്നും മേളിന്നും പ്രസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡൈ ഒരു അപ്പർ ഡൈയും ലോവർ ഡൈയും. അപ്പർ ഡൈ അപ്പർ പഞ്ച് എന്നാണ് തന്നെ പറയുന്നത്. അപ്പർ പഞ്ച്, ലോവർ പഞ്ച്. അപ്പർ പഞ്ചിന്റെ ലോവർ പഞ്ചിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്യും. ഇത് മാത്രം ഓർത്താൽ മതി. ബ്ലെൻഡിങ്, കോമ്പാക്ടിങ് ആൻഡ് സിൻഡറിങ്. ബ്ലെൻഡിങ്, കോമ്പാക്ടിങ് ആൻഡ് സിൻഡറിങ്. ബ്ലെൻഡിങ്, കോമ്പാക്ടിങ് ആൻഡ് സിൻഡറിങ്. ഉണ്ടോ? വെരി സിമ്പിൾ. സിൻഡറിങ് കണ്ട പുകയൊക്കെ പോകുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. For successful results in compaction and sintering, the powders must be homogenized. Blending powders of the same chemistry but porosity different particle size. Powders of different chemistries are combined. Compaction. Application of high pressure to the powders to form them into the required shape. ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടത് നോക്കുക. ആ ഷേപ്പ് എടുത്ത് അതിന് ഇടയ്ക്ക് വെക്കും. അതിന് ഡൈ എന്നാ പറയുന്നത്. ആ ഡൈക്കകത്തോട്ട് പൗഡർ ഇട്ട് കൊടുക്കും. പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യും? പ്രസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യുന്ന കോമ്പാക്ഷൻ എന്നാ പറയുന്നത്. അതിനെ കോമ്പാക്ട് ചെയ്ത് വി ആർ മേക്കിംഗ് ദി ഡിസൈഡ് സൈസ് ആൻഡ് ഷേപ്പ്. The work part after pressing is called green compact. The word green meaning not fully processed. അത്രേ ഉള്ളൂ സംഭവം. The word green meaning not fully processed. The compaction process is to get the green strength. എന്ന് നമ്മൾ പറയുമ്പം എഴുതുന്ന ആൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. അങ്ങനെ മാർക്ക് വാങ്ങിക്കുന്നത് ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രോസസ്സ് ആയില്ല. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്രീൻ സ്ട്രെങ്ത്. The green strength of the part when processed is adequate of handling but for less than after sintering. Sintering താഴെ ഉള്ളത്. The pressing in filling die, filling die cavity with the powder by automatic feeder. Automatically ഇവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും. Initial and final positions, upper and initial and final positions of the upper and lower punches, and then part ejection. Eject ചെയ്ത് മാറ്റും. നല്ല ഫിഗർ അത്. പ്രസ്സിങ് എന്തുവാ നമ്മൾ പിന്നെ കോമ്പാക്ടിങ് എന്തുവാന്ന് പറയേണ്ട കാര്യമില്ല. പൗഡർ ഓട്ടോമാറ്റിക്കലി applied in a flexible mold. Glycerin, water, hydraulic oils, even pressure and density to complex shapes. ഇത് ആ പ്രസ്സിങ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. പ്രസ്സിങ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതാണ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് എന്ന് പറയുന്നത്. ഹോട്ട് പ്രസ്സിങ് ഉണ്ട്. അപ്ലൈങ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ സൈമൾട്ടേനിയസ്ലി. Compacting and sintering of the powder takes place at the same time in die. Impurities are removed, increased die life, temperature gradient is reduced, low temperature requirement, near net shape. Or hot isostatic processing. ഇത് പ്രസ് ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് മെത്തേഡ് ഈ കാണുന്ന ഫിഗറാണ്. പ്രോസസ് ഒരു ഫർണസ് വെച്ച് പ്രഷർ വെസൽ വാട്ടർ കൂൾ
ഡിഫറെന്റ് മെത്തേഡ്സ്. പിന്നെ അടുത്ത പീരീഡ് എടുക്കുന്നില്ല, അതുകൊണ്ട് നിർത്താന്ന് പറഞ്ഞു. Heat treatment bond the metallic particles, thereby increasing strength and hardness. Usually carried out 70% and 90% of the metal's melting point. Generally agreed among researchers that the primary driving force for sintering is reduction of surface energy. Part shrinkage occurs during sintering due to pore size reduction. And sintering. അതിനെ ടെമ്പറേച്ചർ കൂട്ടി അതിനെ തമ്മിൽ കുറച്ചും കൂടെ ഒന്ന് ബോണ്ട് ചെയ്യിക്കും. സിൻഡറിംഗ് പോയിന്റ്സ് കോണംബർ ഗ്രോ പോറസ് പാർട്ടിക്കിൾസ് ആർ റിലേറ്റഡ് ഇൻ സൈസ്, ഗ്രെയിൻ ബൗണ്ടറീസ് ഡെവലപ്പ്. ഇൻ മൊത്തത്തിലുള്ള സിൻഡറിംഗ് പ്രോസസ്. പിന്നെ എങ്ങനെ സിൻഡറിംഗിനെ ഫോഴ്സ് കൊടുക്കുന്നത്? The macroscopic driving force for sintering is a lowering of excess energy, reduction of total surface area, replacement of high energy solid vapor interface. പിന്നെ ഗ്രെയിൻ സൈസ് മാറുന്നതനുസരിച്ച് അതിന്റെ പിന്നെ പാർട്ടിന്റെ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യും, സ്ട്രെങ്തും സ്ട്രെങ്ത്. നിങ്ങൾ അത്ര ഇതായിട്ട് നോക്കേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നപ്പോ സാധനങ്ങൾ തന്നേ ഉള്ളൂ. ഒന്നും വേണ്ട, ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പം തരാം. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിൻഡറിംഗ് പ്രോസസ്സസ്. അന്നേരം നമ്മള് ഈ പൗഡർ മെറ്റലർജി, ഞാൻ ഇത്ര നേരം വർത്താനം പറഞ്ഞെങ്കിലും എന്താ നമ്മൾ നോക്കാം പൗഡർ മെറ്റലർജി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്. പൗഡർ ഉണ്ടാക്കും, പിന്നെ ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ്, ദെൻ കോമ്പാക്ടിങ്, സിൽറ്ററിങ്, ഫിനിഷ്ഡ് കമ്പോണൻസ്, ഫിനിഷ്ഡ് പാർട്സ്, ഫിനിഷ് ചെയ്യും, ഇത്ര ഉള്ള സംഭവം. ഓക്കെ, ഞാൻ അന്നേരം പിന്നെ നിർത്തുകയാണ്. ഞാൻ നമ്പർ ഒന്ന് എടുക്കാം. അടുത്ത പീരീഡ് ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ ഇത്ര സമയം എടുത്തത്. നമ്പർ എന്ന് പറഞ്ഞോ, ആൾക്കാരൊന്ന് പറഞ്ഞ നമ്പർ പറഞ്ഞു. Sir, 1%. Sir, 2%. 3. 4 ഉണ്ടോ? രണ്ട് പേരിൽ അറ്റൻഡൻസ് ആണ്. 4 ഉണ്ടോ? 5. 5%. 4%. 5. 5%. 6. 7 ഉണ്ട്. 6%, sir. 9%, sir. 10%. 10. 11%. 11%, sir. 12. 13. 13%, sir. 14. Percent, sir. 15. 15 ഉണ്ടോ? 15. 8 ഒക്കെ ഉണ്ട് സമ്മതിച്ചു. 15 ഉണ്ടോ? 15. 16. 17. 17. 18. 19. Present, sir. 20. 20. 21. 22. Present, sir. 23. Present, sir. 24. 25. Present, sir. 26. Present, sir. 27. 27. 28. Present, sir. 29. Sir, 29. Okay. 30. Present, sir. 31. 31. 31. Sir, 31. 32. Present, sir. 33. 34. 34.
35. Sir, 35% ആണ് chat box ൽ ഇട്ടിട്ടുണ്ട്. 36. No, okay. Present, sir. 36, 37, Present, sir. 38, Present, sir. 39, 40, Present, sir. 41. 41. 40 ഉണ്ടോ? 42, Sir, 40 ഉണ്ട്. 42 ഉണ്ടോ? Sir, 40 43. സമ്മതിച്ച് 42 ഉണ്ടോ? 42, 43, 44, Present, sir. 45, 46, 46. 47, 47. 48, 49, 49. 50, Present. 51, 51. 52, Present, sir. 53, Present, sir. 54, 54. 55, Present, sir. 56, Present, sir. 57, 58, Present, sir. 59, Present, sir. 60, Present, sir. 61, Present, sir. 62, Present, sir. 63, Present, sir. 64, Present, sir. 65, Present, sir. 66, 67, Present, sir. 68, Present, sir. 69, Present, sir. 70, Present, sir. 71, Present, sir. 72, Present, sir. 73, Present, sir. ഈ 20 നമ്പർ 10 കണ്ടില്ല. 20, 21 ഉണ്ടോ? 33, 39, 42, 43, 45, 57, 66. 57. ആ ഓക്കെ, സമ്മതിച്ചു. Sir, 33 ഉണ്ടായിരുന്നു. 56 ഉണ്ട്, sir. 56 33 present. ഉണ്ട്, 33 ഉണ്ട്, 36 ഉണ്ട്, 39 ഉണ്ട്, 43, Sir, 45. 10 ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ 10 ഉണ്ട്. 20, 21, 20, 21 ഉണ്ടോ? 21, 39, 43, 45, 66. അതും കൂടെ പറഞ്ഞാൽ പിന്നെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ എങ്കിൽ അന്നേരം ഞാൻ പറഞ്ഞ കണക്ക് എക്സാമിന് പിടിച്ചോണം. ഡേറ്റ് ഒക്കെ സാറ് പറയും, സക്കീർ സാർ പറയും. ഓക്കെ, യു വെയിറ്റ് അണ്ടിൽ സക്കീർ സാർ ഫൈനലൈസ് ദ ഡേറ്റ്സ്. ഓക്കെ, താങ്ക് യു. സർ, ഇന്ന് ഇനിയും 12 മണിക്ക് ക്ലാസ് ഉണ്ടോ? ഇല്ല ഇന്ന് അതില്ല. ഓക്കെ, സർ. ക്ലാസ് ഇല്ല. ഓക്കെ. Thank you, sir.